ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്, ഹാപ്പി സൺഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5 സ്റ്റോക്കുകളുടെ അനാലിസിസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ COVID-19 ശേഷം ഒത്തിരി സെക്ടേഴ്സ് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെക്ടറും ഓൾമോസ്റ്റ് അങ്ങനെ ഡൗൺ ആയിരുന്ന സ്റ്റോക്ക് സെക്ടറാണ്. ഇപ്പോൾ അത് വീണ്ടും റിക്കവറി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫെർട്ടിലൈസർ സെക്ടറുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇപ്പോൾ ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഒത്തിരി എക്സ്പെക്ടേഷൻ ഈ ഒരു സെക്ടറിലുണ്ട്. അപ്പോൾ ഇന്ന് ടോപ്പ് 5 ഫെർട്ടിലൈസർ സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റോക്കുകളിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മാംഗ്ലൂർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്, ഈ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഓഫ് നൈട്രോജീനസ് ആൻഡ് ഫോസ്ഫേറ്റിക് ഫെർട്ടിലൈസേഴ്സ് ആണ്. ഇപ്പോൾ കറണ്ട് പ്രൈസ് ഇപ്പോൾ 60 റുപ്പീസിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 52 വീക്ക് ലോ 15 റുപ്പീസിൽ നിന്നും 60 റുപ്പീസ്, ഏകദേശം 52 വീക്ക് ഹൈ നിയറിൽ എത്തിയിരിക്കുകയാണ്. ദെൻ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 716 crores ഉണ്ട്. ഡിവിഡൻഡ് yield 0.83%. ബുക്ക് വാല്യൂ ₹50.4. സ്റ്റോക്കിന്റെ PE പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചീപ്പാണ്, 7.65 ഉള്ളൂ. ദെൻ റിട്ടേൺ ഓൺ ഇക്വിറ്റി 12.9% ഉണ്ട്. ഫേസ് വാല്യൂ 10. ROCE 8.67%. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ലൈഫ് ടൈം ഹൈ 104 എന്ന ഒരു ഇതിൽ നിന്നും ഇപ്പോൾ ഡൗൺ ആയിട്ട് വീണ്ടും റിക്കവറി ആയി 61 എത്തിയിരിക്കുകയാണ്. ഈ ഒരു പ്രൈസ് ചാർട്ട് നോക്കിയാൽ നമുക്കത് മനസ്സിലാവാനായിട്ട് സാധിക്കും. വീണ്ടും ഒരു ഫ്രഷ് ഹൈ കൊടുക്കുന്നു. ഒത്തിരി എക്സ്പെക്ടേഷൻ ഉണ്ട്. കമ്പനി ഡെപ്റ്റ് റെഡ്യൂസ് ആയിട്ടുണ്ട്. സ്റ്റോക്ക് 1.20 ടൈംസ് ബുക്ക് വാല്യൂ ട്രേഡ് ചെയ്യുന്നു. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട്, ദറ്റ് ഈസ് 21.60. പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് ക്വാർട്ടറിൽ ഇൻക്രീസ് ആയിരുന്നു, വിച്ച് ഇസ് വെരി പോസിറ്റീവ്, ദറ്റ് ഇസ് 1.35% ആണ്. നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് കുറഞ്ഞു. പ്ലഡ്ജിങ് ഉണ്ട്. ഹൈ ഡെപ്റ്റേഴ്സ് ആണ്. പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഡിക്രീസ് ആയിട്ടുണ്ട് ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട്, അതും നോക്കണം. അപ്പോൾ കമ്പാരിസൺ ഫെർട്ടിലൈസറിൽ വരുന്നത് ചേമ്പൽ ഫെർട്ടിലൈസർ, കോറമെന്റൽ ഇന്റർനാഷണൽ, FACT, GNFC, GSFC, RCF തുടങ്ങിയ സ്റ്റോക്കിലാണ് കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. അപ്പോൾ ഇവിടെ ക്വാർട്ടർലി റിസൾട്ട് നമുക്ക് നോക്കാം. സെയിൽസ് ജൂൺ മാസം ഒന്ന് ഡിപ്പായിട്ടുണ്ട്, ബട്ട് സെപ്റ്റംബറിൽ വീണ്ടും റിക്കവറി ആയി. 530 നിന്നും 689 ഇൻക്രീസ് ആയിരിക്കുന്നു. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഡബിൾ ആയി എന്ന് തന്നെ പറയാം. ദെൻ നെറ്റ് പ്രോഫിറ്റും നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട്. ക്വാർട്ടർലി ഓൾസോ ഈ ഒരു സ്റ്റോക്ക് സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എല്ലാം തന്നെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് നല്ലോണം ഇൻക്രീസ് ആയിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഡിപ്പ് ആയിട്ടുണ്ട്. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ FIDA ബെറ്റർ എന്ന് തന്നെ പറയാം, വളരെ ഇംപ്രൂവ് അല്ല, ബട്ട് കമ്പാരിറ്റീവ്ലി ബെറ്റർ. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഇൻക്രീസ് ആയിരിക്കുന്നു, ദാറ്റ് ഈസ് എ പോസിറ്റീവ് തിങ്. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നല്ല ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. നല്ല ഡിമാൻഡ്, വീണ്ടും റിക്കവറി ചെയ്ത് ഫ്രഷ് ഹൈ കൊടുക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. അപ്പോൾ 55 സപ്പോർട്ട് ലെവൽ വെച്ചിട്ട് നമുക്ക് ഷോർട്ട് ടേമിൽ ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഈ ഒരു സ്റ്റോക്ക് നോക്കാം. ഇപ്പോൾ മെയിൻലി ഇവരുടെ കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സ്, അമോണിയം സൾഫേറ്റ് ആണ് ഇവരുടെ ബിസിനസ്. കറണ്ട് പ്രൈസ് 76 റുപ്പീസ് ആണ്. 52 വീക്ക് ലോ 20 നിന്നും 76 വരെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് ഇല്ല. ഫേസ് വാല്യൂ 10. ബുക്ക് വാല്യൂ നെഗറ്റീവിലാണ്, കാരണം ഈ സ്റ്റോക്ക് റിക്കവർ ചെയ്യുന്നതേ ഉള്ളൂ. റിസർവ്സ് ഇല്ല, അതുകൊണ്ട് ബുക്ക് വാല്യൂ ഇല്ല. റിക്കവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോസിറ്റീവ് റിസൾട്ട് വരുമ്പോൾ ആ നെഗറ്റീവ് വാല്യൂ അങ്ങോട്ട് പോകും. ROCE 27.5%. സ്റ്റോക്കിന്റെ PE 4.41, വിച്ച് ഇസ് വെരി ലെസ് ദാൻ ദ കറന്റ് പ്രൈസ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 4,918. പിന്നെ നമുക്ക് പ്രൈസിന്റെ ഹിസ്റ്ററി നോക്കിയാൽ ഇംപ്രൂവിംഗ് ഗ്രാഫ് കാണാനായിട്ട് സാധിക്കുന്നു. കമ്പനി ഡെപ്റ്റ് റെഡ്യൂസ് ആയിരിക്കുന്നു. നല്ല ക്വാർട്ടർലി റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഡെപ്റ്റർ ഡേയ്സ് ഇംപ്രൂവ് ആയിരിക്കുന്നു. ഇതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ഇവരുടെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെയിൽസ് നല്ലോണം ഇൻക്രീസ് ആയിരിക്കുന്നു ജൂൺ മാസം കമ്പയർ ചെയ്യുമ്പോൾ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് നെഗറ്റീവിൽ ഇരുന്നത് ഇപ്പോൾ പോസിറ്റീവിലായി ട്രേഡ് ചെയ്യുന്നു. ദെൻ ക്വാർട്ടർലി വൈസ് ഓൾസോ നല്ലോണം സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എല്ലാം തന്നെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് റിസർവ്സ് നെഗറ്റീവ് ആയാലും ബെറ്റർ ആയിട്ടാണ് പോകുന്നത്. ദെൻ ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഇല്ല.
കറൻ്റ്ലി നോട്ട് അവൈലബിൾ ഫോർ ദിസ് കമ്പനി. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്കിൽ ഹോപ്പ് ഉണ്ട്, എക്സ്പെക്ടിങ് ഗുഡ് റിസൾട്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റോക്ക് നമുക്ക് നോക്കാം. തേർഡ് സ്റ്റോക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് ചേമ്പർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ആണ്. അപ്പോൾ ചേമ്പർ ഫെർട്ടിലൈസേഴ്സ് നമുക്ക് നോക്കാം. ഈ ഒരു സ്റ്റോക്ക് യൂറിയ പ്ലാന്റ്സ് പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ കറണ്ട് പ്രൈസ് 240. അപ്പോൾ 52 വീക്ക് ലോ 93-ൽ നിന്നും 240 വരെ എത്തി. അപ്പോൾ ഏകദേശം 52 വീക്ക് ഹൈ നിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് 248. സ്റ്റോക്കിന്റെ PE വളരെ ലെസ് ആണ് കമ്പയർഡ് ടു കറണ്ട് പ്രൈസ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 9,989 crores, ബുക്ക് വാല്യൂ 106. Then dividend yield ഉണ്ട് 1.67%, then face value 10, return on equity 31.5%, ROC 13.5%. So overall improving graph ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 1 ഇയറിൽ തന്നെ നല്ല ഇൻക്രീസ് കാണിച്ചിട്ടുണ്ട്. നല്ല ഡെലിവറി ഗ്രോത്ത് ആണ്. ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് CAGR 33.15% ഉണ്ട്. പിന്നെ അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് 25.30%. ക്വാർട്ടർലി റിസൾട്ട് നമുക്ക് നോക്കാം. സെയിൽസ് നല്ലോണം ഇൻക്രീസ് ആയിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്, അതുപോലെ നെറ്റ് പ്രോഫിറ്റും ഡബിൾ ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ദെൻ ഇയർ ഓൺ ഇയർ ഓൾസോ നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് ഫണ്ടമെന്റൽ ആയിട്ടും ടെക്നിക്കലായിട്ടും ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്ക് തന്നെയാണ്. ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് ഇൻക്രീസ് ആയിട്ടുണ്ട്, ടോട്ടൽ അസറ്റ് ലാസ്റ്റ് ഇയർ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഡിപ്പായിട്ടുണ്ട്. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇൻക്രീസ് ആയി ലാസ്റ്റ് മന്തിനെ കാട്ടി. FII, DII, ദെൻ പബ്ലിക് എല്ലാം തന്നെ ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഹോപ്പുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ മെയിൻലി പ്രൊഡക്ഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽ തന്നെയാണ് ഇവരുടെ ബിസിനസ്സും. കറണ്ട് പ്രൈസ് 84 rupees ആണ്. 52 വീക്കിലോ 29-ൽ നിന്നും 84 വരെ റീച്ച്, ഏകദേശം 97 ആണ് 52 വീക്ക് ഹൈ, ഏകദേശം റീച്ച് ആവാറായി. ദെൻ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 3,371 crores. സ്റ്റോക്കിന്റെ PE കമ്പാരിറ്റീവ് ലെസ് ആണ് പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ. 192 ആണ് ബുക്ക് വാല്യൂ. ഡിവിഡൻഡ് yielding ഉണ്ട് 1.42 ഉണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 1.59 ആൻഡ് ഫേസ് വാല്യൂ 2, ROC 3.09% ആണ്. ഇപ്പോൾ ഇവരുടെ കമ്പനി ഡെപ്റ്റ് റെഡ്യൂസ് ആയിട്ടുണ്ട്. സ്റ്റോക്ക് 0.44 ടൈംസ് ബുക്ക് വാല്യൂ ട്രേഡ് ചെയ്യുന്നുണ്ട്. നല്ല ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട് 26.64%. ഇനി നമുക്ക് ഇവരുടെ ക്വാർട്ടർലി റിസൾട്ട് നോക്കാം. സെയിൽസ് നല്ലോണം ഇൻക്രീസ് ആയിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്, അതുപോലെ നെറ്റ് പ്രോഫിറ്റും 30-ൽ നിന്നും 173 ഇൻക്രീസ് ആയിരിക്കുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് സെയിൽസ് ഇൻക്രീസ് ആയി. സെയിൽസ് ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന്, അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റും ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് ഇൻക്രീസ് ആയി, ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കാം. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ദാറ്റ് ഈസ് എ പോസിറ്റീവ് തിങ്. ദെൻ FII ഇൻക്രീസ് ആയിരിക്കുന്നു, DA കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്, പബ്ലിക് ഷെയർ ഹോൾഡിംഗ് പാറ്റേണും ബെറ്റർ ആയിട്ടാണ്. അപ്പോൾ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. 85 മുകളിൽ പോയാൽ ഈ ഒരു സ്റ്റോക്കിന് പോസിറ്റീവ് സൈൻ ഉണ്ട്, നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മദ്രാസ് ഫെർട്ടിലൈസേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഞാൻ കുറച്ച് ഡൗട്ടിലാണ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്, കാരണം ഇതൊരു പെന്നി സ്റ്റോക്ക് ആയതുകൊണ്ട് മാത്രമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. വിച്ച് ഇസ് ലെസ് ദാൻ 50 rupees ആയതുകൊണ്ട്. കറണ്ട് പ്രൈസ് 25 rupees ഉള്ളൂ. ബട്ട് അല്ലാതെ ഇവരുടെ ഫണ്ടമെന്റൽ വാലുവേഷൻ ഒന്നും കൊള്ളത്തില്ല. ബാലൻസ് ഷീറ്റിൽ പോസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ റിസൾട്ട് പോസിറ്റീവ് ആവുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിന് ഹോപ്പ് ഉണ്ട്. ആ ഒരു രീതിയിൽ ഞാൻ ഈ ഒരു സ്റ്റോക്കിനെ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 430, ബുക്ക് വാല്യൂ നെഗറ്റീവ് ആണ്. ദെൻ ഡിവിഡൻഡ് yield ഒന്നുമില്ല, ഫേസ് വാല്യൂ 10. സോ പോസിറ്റീവ് ക്വാർട്ടർലി റിസൾട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് നമുക്ക് നല്ല റിട്ടേൺസ് പ്രതീക്ഷിക്കാം. സെയിൽസ് കമ്പാരിറ്റീവ്ലി ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നെഗറ്റീവ് ആയിരുന്നത് ഇപ്പോൾ പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നു. നെറ്റ് പ്രോഫിറ്റ് നെഗറ്റീവിലുണ്ടായിരുന്നത് ഇപ്പോൾ പോസിറ്റീവ് ആയിരിക്കുകയാണ്. ബട്ട് ഒത്തിരി ഇല്ല. ബട്ട് ഈ ഒരു ബാലൻസ് ഷീറ്റിൽ നല്ല ഒരു പോസിറ്റീവായിട്ട് റീസണബിൾ ഇത് വരികയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഹോപ്പ് ഉണ്ട്. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബെറ്റർ, നെറ്റ് പ്രോഫിറ്റ് നെഗറ്റീവിലാണ്. ബാലൻസ് ഷീറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റിസർവ്സ് അതുപോലെ ടോട്ടൽ അസറ്റ് ഇതെല്ലാം തന്നെ
ക്വാർട്ടർലി റിസൾട്ട് പോസിറ്റീവായി മാത്രം ഹോപ്പുള്ള ഒരു സ്റ്റോക്കാണ്. പെന്നി സ്റ്റോക്ക് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് സെക്ടറാണ്, ഈ ഒരു സെക്ടറാണ് നമ്മൾ അനലൈസ് ചെയ്ത് അതിൽ ടോപ്പ് 5 സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി തരുന്നത് എന്ന് കണ്ടു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനലിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഡെയിലി നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകൾ ലഭിക്കുന്നതാണ്. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടാം. 2 സെഗ്മെന്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഹാപ്പി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.